മംഗളൂരുവിൽ വൻ ലഹരിവേട്ട. മലയാളി ഉൾപ്പെടെ 6 പേർ പിടിയിലായി. കോട്ടയം സ്വദേശി ഫെലിക്സ് പി ജോസഫ്, ഉടുപ്പി സ്വദേശികളായ അഹമ്മദ് അലി അർഷാദ്, മുഹമ്മദ് സയ്യിദ് അഫ്രീദി, മംഗളൂരു സ്വദേശി മക്സൂദ് സാഗ്, മംഗളൂരു സ്വദേശികളായ അഡൽ റോച്ച്, ആരോൺ വിശാൽ, ലസ്രാഡോ എന്നിവരാണ് പിടിയിലായത്. പ്രതികളിൽ നിന്ന് 53.87 ഗ്രാം MDMA, 163.2 ഗ്രാം ഹൈഡ്രോ കഞ്ചാവ് തുടങ്ങിയവ പിടിച്ചെടുത്തു. KV ബൈജു ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ബൈജു, 6 പേരാണ് പിടിയിലായിരിക്കുന്നത്. അതിൽ മലയാളി ഉൾപ്പെടെയുള്ളവർ ഉണ്ട് എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഈ ലഹരിവേട്ടയെ സംബന്ധിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്നും അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? രേണുക, ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ബംഗളൂരുവിൽ 10 കോടിയോളം വില വരുന്ന ഇത്തരത്തിലുള്ള കഞ്ചാവുമായി മലയാളി ഉൾപ്പെടെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മംഗളൂരുവിലും സമാനമായ രീതിയിൽ മലയാളി ഉൾപ്പെടെ 6 പേർ ഇത്തരത്തിൽ പിടിയിലാകുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ ഈ വിദേശത്തു നിന്നും എത്തിച്ച മയക്കുമരുന്ന് വസ്തുക്കളെന്നാണ് പോലീസ് പറയുന്നത്. ബംഗളൂരുവിൽ ആണ് ഇത് പ്രധാനമായും എത്തിക്കുക. അതിനുശേഷം മംഗളൂരു ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ എത്തിക്കുകയും ഇത് പ്രധാനമായും ഇതിലിപ്പോൾ പിടിയിലായിരിക്കുന്നവരെല്ലാം വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ്. ഈ 6 പേരും വിദ്യാർത്ഥികളാണ്. ഈ ഫെലിക്സ് ഉൾപ്പെടെ 6 പേരും വിദ്യാർത്ഥികളാണ്. അങ്ങനെ ഈ വിദ്യാർത്ഥികളിലൂടെ ഈ ഒരു വലിയ തോതിലുള്ള ഒരു നെറ്റ്വർക്ക് തന്നെ ഈ കർണാടകയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് വ്യാപകമായ പരിശോധന നടത്തിയത്. കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലും സമാനമായ രീതിയിൽ നഗരത്തിലെ എല്ലാ ഇടങ്ങളിലും മുക്കിലും മൂലയിലും നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ 10 കോടിയോളം രൂപ വില വരുന്ന മയക്കുമരുന്ന് വസ്തുക്കൾ പിടികൂടാനായത്. ഏതായാലും മംഗളൂരുവിൽ നിന്നും ഇപ്പോൾ പിടികൂടിയ ഈ വസ്തുക്കൾ അത് കോടികളുടെ വില വരും എന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ കൂടുതൽ അന്വേഷണം ഇപ്പോഴും പോലീസ് നടത്തി വരുന്നുണ്ട്. ഇതിൽ സന്ദീപ് ഷെട്ടി എന്ന് പറയുന്ന ദുബായിലുള്ള ഒരു ഹോട്ടലിലെ മാനേജറാണ്. ഇയാൾ മുംബൈ സ്വദേശിയാണ്. ഇയാളിൽ നിന്നാണ് ഇത് ഇങ്ങോട്ടേക്ക് എത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് ബാംഗ്ലൂരുവിലേക്ക്